അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 14-ാം രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ. അതായത് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിൽ നിന്നും 4 പെരുന്നാളുകളും വിട പറഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞാൽ അല്ലേ, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസവും പിന്നെ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇനിയിപ്പോൾ അടുത്ത മുഹറം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരും മാറി നിൽക്കരുത്. ഒരു വർഷം നമ്മളിൽ നിന്നും അറബിക് കലണ്ടർ ഒരു വർഷം ഇതാ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. നമ്മുടെ ഒരു ആയുസ് തീരുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എത്രമാത്രം ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ നമ്മൾ ദിക്റുകൾ ചൊല്ലിയോ സ്വലാത്തുകൾ ചൊല്ലിയോ നമ്മൾ ഇബാദത്തിൽ കഴിഞ്ഞോ, അതുപോലെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഇബാദത്തിൽ കഴിയേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ നേട്ടങ്ങളും നമുക്ക് കിട്ടാനും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ അരക്കണം. അതിനു മുമ്പ് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ അരക്കും. നമുക്ക് നേരെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ? ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുനിയാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറയും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ അല്ലെ, നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ ഒഫാറായ സത്താറായ അള്ളാഹുവിനോട് അല്ലെ, എല്ലാം പുറത്തു തരുന്ന റബ്ബ് അവൻ അള്ളാഹു താല നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലെ, ഷിർക്കൊഴികെ ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാലോ അള്ളാഹുവിനോട്, അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഇസ്തിഗ്ഫാറായിട്ട് നമുക്ക് പറയാം. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. ഒരു മനുഷ്യൻ അവൻ്റെ ഈ ദുന്യവിയായ ലോകത്തിലെ ജീവിതം, നമ്മുടെ ജീവിതം, നമുക്ക് അല്ലാഹു തആല ചിലപ്പോൾ ഒരുപാട് നിഅമത്ത് തരും, ചിലപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനും, അതുപോലെ നിഅമത്തുകൾ വരുമ്പോൾ അമിത ആഹ്ലാദം കാണിച്ച് അള്ളാഹുവിലേക്ക് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും, വിഷമ പ്രയാസങ്ങൾ മാറാനും, അതുപോലെ തന്നെ ആഖിറത്തിൽ വലിയ കൂലി കിട്ടാനും ഒക്കെയായി എല്ലാത്തിനുമുപരി സ്വർഗപ്രവേശനം കിട്ടാൻ വേണ്ടി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുണ്യമായ ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കൊന്ന് പറയാം. ഈ രാവിലും നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ.
لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين പരിശുദ്ധമായ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണമെന്നാണ്. അല്ലാഹുവേ നരകമോചനം തരണയല്ല, സ്വർഗപ്രവേശനം തരണയല്ല. നമുക്കൊന്ന് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم
അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ 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 അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ, അതായത് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറഞ്ഞാൽ എല്ലാവിധ ഖൈറും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ പറയാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നമുക്കിനി നേരെ ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്. എല്ലാം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന വാപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഉമ്മമാര്, സഹോദരിമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഇനി അവർക്ക് വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളുടെ ഹാജിമാർ, അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് അല്ലാഹുവേ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ
നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു പ്രയാസമാണ് കടമാണ് ഉസ്താദേ. കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള, 1 രൂപ എങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്, ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ, അത് ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിന്റെ താഴെ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞോ, ഇന്നലെയും ദുആ ചെയ്യാൻ പറഞ്ഞവരും മിനിഞ്ഞാന്നും ഒരുപാട് ക്ലാസ്സുകളുടെ താഴെ അല്ലാഹുവേ കമന്റായി ദുആ വസിയത്ത് എഴുതുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, അവരെ നീ അല്ലാഹുവേ മടക്കി കളയല്ലേ അല്ലാ. വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. അവര് ചോദിച്ചത് എന്താണോ അത് നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട, പറയേണ്ട ഒരുപാട് ദിക്റൗറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ.
പടച്ചവനെ ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ ഹജ്ജുമ്മമാര് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോയിൽ അർഷദ് ബദ്രി ഉസ്താദും ഉസ്താദിന്റെ അനുജനും പാടിയ ആ ഗാനം കണ്ടപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, ഉസ്താദ് ഈ ഗാനം മാത്രം ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിൽ കാണുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മദ്ഹ് ഗാനം മാത്രമായി ഞങ്ങൾ ഇറക്കിയ ആ പാട്ടാണ്. മദീന മലർ എന്നായിരുന്നു ആ മദ്ഹ് ഗാന ആൽബത്തിന്റെ പേര്. അപ്പോൾ ആ ഗാനം കാണാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഗാനം കാണുന്നതിനോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റു സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യാൻ കൂടി ഏവരും ഓർക്കുക. പുണ്യമദീന നിലാവേ പാലൊളി വിതറുന്ന നൂറേ